Environ Life Science Limited, partnering for life. Hi friends, ഞാൻ ഡോക്ടർ മുർഷിദ, ചീഫ് കൺസൾട്ടന്റ് അറ്റ് ഡോക്ടർ മുർഷിദാസ് ഹോമിയോ ഹോം സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇരുമ്പുഴി, മലപ്പുറം, കേരള. മഴക്കാലം വന്നു, കൂടെ തന്നെ ഒട്ടനവധി മഴക്കാല രോഗങ്ങളും. നമുക്ക് ചുറ്റും ഇന്ന് പനി, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട്, ചുമ, വയറുവേദന, വയറിളക്കം പോലെയുള്ള അസുഖങ്ങളാണ്. മഴക്കാലം ശരിക്കൊന്ന് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അവ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുന്നതിലൂടെ നമുക്ക് മഴക്കാലം അതിൻ്റെ പൂർണ്ണ ഭംഗിയോടുകൂടി തന്നെ ആസ്വദിക്കാൻ കഴിയും. മഴക്കാല രോഗങ്ങളെ 3 തരം തിരിക്കാം. കൊതുകിലൂടെ വരുന്ന മഴക്കാല രോഗങ്ങൾ, വെള്ളത്തിലൂടെ പകരുന്നവ, വായുവിലൂടെ പകരുന്നവ. ആദ്യം നമുക്ക് കൊതുക് പരത്തുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് നോക്കാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി അഥവാ മലേറിയ പോലെയുള്ള രോഗങ്ങളൊക്കെയാണ്. ഇനി വെള്ളത്തിലൂടെ പകരുന്ന മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ഇ, അതുപോലെ ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എലിപ്പനി, ഇവയൊക്കെയാണ് വെള്ളത്തിലൂടെ പകരുന്ന മഴക്കാല രോഗങ്ങൾ. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ ബാക്ടീരിയയാണ്. ഛർദി, വയറിളക്കം പോലെയുള്ള രോഗലക്ഷണങ്ങളാണ് ഇവ കാണിക്കുന്നത്. ടൈഫോയിഡ് ഒരുപാട് നീണ്ടു നിൽക്കുന്ന പനി, ചെറുതായി തുടങ്ങി അതികഠിനമായ രൂപത്തിലെത്തുന്ന പനിയാണ് ഒരു രോഗലക്ഷണം. കൂട്ടത്തിൽ തന്നെ വയറിളക്കമോ അല്ലെങ്കിൽ മലബന്ധമോ കാണിക്കാറുണ്ട്. ഛർദിയും ചിലരിൽ കാണപ്പെടുന്നു. മറ്റൊരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇ. ഇവ വരുന്നതും മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ്. മറ്റൊന്നാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. വീൽസ് ഡിസീസ് എന്നും ഇവ അറിയപ്പെടുന്നു. എലികൾ മൂത്രമൊഴിച്ച മലിനജലത്തിൽ കാൽ വെക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഇവ ശക്തമായ പനിയും ശരീരവേദനയും പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്കിനി ആദ്യം കൊതുക് പരത്തുന്ന മഴക്കാല രോഗങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. ടൈഗർ മോസ്കിറ്റോ എന്ന വിളിപ്പേരുണ്ട് ഇവക്ക്. ഇവയുടെ ശരീരത്തിൽ വെള്ളപ്പാടുകൾ കാണപ്പെടുന്നുണ്ട്. ശരീരത്തിൽ പ്രവേശിച്ച് 6 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. അതികഠിനമായ പനി, കണ്ണിന് പുറകെയുള്ള വേദന, തലവേദന, ശരീരത്തിൽ കാണപ്പെടുന്ന ചുവന്ന പാടുകൾ, വിശപ്പില്ലായ്മ, ഛർദി ഇവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ഈഡിസ് ഈജിപ്തി കൊതുകുകൾ കടിക്കുന്നത് പകൽ സമയങ്ങളിലാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് മലമ്പനി അഥവാ മലേറിയ പരത്തുന്നത് അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇവ കടിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. ശക്തമായ രീതിയിലുള്ള പനി, ഇന്റർമിറ്റന്റ് ഇടവിട്ട് പനിക്കുന്ന പനി, അതുപോലെ ഷിവറിങ്, വിയർക്കുക ഇവയൊക്കെയാണ് രോഗലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻഗുനിയ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ തന്നെയാണ്. ലോങ് ടേം ആയി നിലനിൽക്കുന്ന ശരീരവേദനയാണ് ഇവയുടെ രോഗലക്ഷണം. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. ഇവ പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന ഈ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ അപസ്മാരം, അബോധാവസ്ഥ പോലെയുള്ള ലക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവയുടെ രോഗലക്ഷണത്തെക്കുറിച്ചും അവ എങ്ങനെയൊക്കെയാണ് പടരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കി. നമുക്കിനി ഇവ നമുക്ക് വരാതിരിക്കാൻ എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. കൊതുക് വഴി വരുന്ന രോഗങ്ങളാണെങ്കിൽ കൊതുക് നിർമ്മാർജ്ജനം തന്നെയാണ് ഏറ്റവും വലിയ മാർഗം. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തൊടിയിൽ കാണപ്പെടുന്ന ചെറിയ ചിരട്ടകളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ പ്ലാസ്റ്റിക് ഡബ്ബകളിലോ പോലും കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവയൊക്കെ കമഴ്ത്തി കളയുക. മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. മോസ്കിറ്റോ റിപ്പലന്റ് ക്രീംസ് അത് യൂസ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മോസ്കിറ്റോ റിപ്പലന്റ് ക്രീംസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ചെടിച്ചട്ടികളിൽ വെള്ളമുണ്ടെങ്കിൽ അവയിൽ ഗപ്പി മീനിനെയും വളർത്തുക. ഇനി വെള്ളത്തിലൂടെ പടരുന്ന
മഴക്കാല രോഗങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ശീലമാക്കുക. നല്ലവണ്ണം കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഭക്ഷണങ്ങൾ കഴിക്കുക. ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും തുറന്നിടാതിരിക്കുക. ഈച്ചയിരുന്ന ഭക്ഷണങ്ങൾ അസുഖങ്ങൾ പരത്താനുള്ള സാധ്യത ഏറെയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈകൾ നന്നായി കഴുകുക. ഭക്ഷണത്തിന് ശേഷവും മുമ്പും കൈകൾ വൃത്തിയാക്കുക. കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവയൊക്കെയാണ് നമ്മൾ വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ. ഇനി വായുവിലൂടെ പടരുന്ന രോഗങ്ങൾ എങ്ങനെ തടയാം? നമ്മൾ അസുഖം വന്ന ആളിൽ നിന്ന് അകലം പാലിക്കുക, മാസ്ക് ഇവ ഉപയോഗിക്കുക, അസുഖം വന്നയാളെ ഐസൊലേറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വായുവിലൂടെ പടരുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ. അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാല രോഗങ്ങളും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.